ആണവക്കരാറില്ലെങ്കിൽ ആക്രമണം. ഇനി മര്യാദക്കാരനായിരിക്കില്ല. KGF യാഷ് തോക്കും പിടിച്ച് മറ്റേ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ കണ്ടൻ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണിത്. ഇനി ആക്രമണം തന്നെ. ഇനി ഞാൻ മര്യാദക്കാരനായിരിക്കില്ല. നോ മോർ നൈസ് പേഴ്സൺ. ഇതാണ് ട്രംപണ്ണൻ്റെ അവസാനത്തെ ഭീഷണി ഗൈസ്. അല്ലണ്ണ, അപ്പം ഇന്നലല്ലേ പറഞ്ഞത് ഇറാനെ കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറയുന്നത് ഉപരോധമാണ് എന്നുള്ളത് അല്ലേ? നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലല്ലേ ഏകദേശം 35ഓളം സ്ഥാപനങ്ങൾക്കെതിരെ അണ്ണൻ സെലക്റ്റീവായിട്ട് വേറെ കുറച്ച് ഉപരോധങ്ങൾ അടിച്ചു കൊടുത്തത്. അപ്പം അതെന്തേ വർക്കായില്ലേ? അപ്പം ഇനിയും ഈ പറയുന്ന തോക്കും പിടിച്ച് മറ്റേ മിസൈലും കൊണ്ട് പോവാണോ താടക്കേട്ട് അങ്ങ് ഇറാനിലോട്ട്? അപ്പം അതിപ്പോൾ എന്താ സംഭവിച്ച ഉപരോധത്തിന്? അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 40-40 വർഷമായിട്ട് ഉപരോധത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇനി ഏത് തരത്തിലുള്ള ഉപരോധത്തിനെയും മറികടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അവർ അതിന് വേണ്ട വഴികളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ കുറച്ച് ഡിഫൻസിലാണ്, അമേരിക്കയുടെ കയ്യിലാണ് കോട്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള റീസൺ ഇറാൻ്റെ എണ്ണ പുറത്തോട്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തകരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലേ? അതായത് ഇറാൻ്റെ എണ്ണക്കിണറുകളിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുന്നത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആ കിണർ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. ഇതാണ് മെയിൻ കാര്യം. പക്ഷെ അവിടെയാണ് പുതിയ കുറച്ച് ന്യൂസ് വരുന്നത്. ഏകദേശം 52ഓളം എണ്ണക്കപ്പലുകൾ, ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ US കുറേ ഡിസ്ട്രോയേഴ്സൊക്കെ അങ്ങ് നിരത്തിയിട്ടും ഇതിനെല്ലാം വെട്ടിച്ച് കടന്നു പോയി എന്ന് പറഞ്ഞത്. ഇറാൻ്റെ പാർലമെന്റിൽ ഒരു മന്ത്രി കൂടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്നുള്ളത് ഓർക്കണം. അവിടെയാണ് വീണ്ടും അപ്പൊ ഇവരുടെ ഈ പറയുന്ന നാവിക ഉപരോധം എവിടെ പോയി? നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലോട്ടാണ് നമ്മുടെ അബ്ബാസ് അറാക്ചി പോയത്. അബ്ബാസ് അറാക്ചി പാകിസ്ഥാനിലോട്ട് പോയതിനു ശേഷം അവിടെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനിലേക്ക് വേണ്ട ഗുഡ്സ് പാകിസ്ഥാന്റെ അതിർത്തികൾ വഴി ഇറാനിലോട്ട് എത്തുന്ന പറഞ്ഞത്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ തീരങ്ങളോട് ചേർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുകയും അങ്ങനെ ഈ അമേരിക്കൻ ബ്ലോക്കേഡിനെ മറികടന്ന് അത് ആ എണ്ണ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും, അല്ലെങ്കിൽ ചൈനയിലേക്ക് എത്തും. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ചൈനയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ 52ഓളം കപ്പലുകൾ ഓൾറെഡി പോയി. അപ്പൊ ഇനി ഇവരെന്തിനാ ഈ നാവിക ഉപരോധമായിട്ട് നിൽക്കേണ്ട ആവശ്യം? വെറുതെ ഈ പട്ടാളക്കാർക്ക് ഫുഡില്ല, അവർക്ക് ഒരു ഇറച്ചി കഷ്ണവും പിന്നെ കുറച്ച് ക്യാരറ്റ് എല്ലാം കൊടുത്തിട്ട് അവന്മാരെ അവിടെ പട്ടിണിക്കിടുക എന്നല്ലാണ്ട് ഇറാനെ ഇതിലും കൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ബേസിക് കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇറാൻ ചെയ്തപ്പോൾ അടുത്ത വെല്ലുവിളിയായിട്ട് വരികയാണ്, ഇനി ഞാൻ നൈസ് പേഴ്സൺ അല്ല, ഇനി ഞാൻ മര്യാദക്കാരനല്ല, അടുത്തത് ഇറാനെതിരെ യുദ്ധമാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ 34% നിങ്ങളുടെ റിസർവ് കഴിഞ്ഞില്ലേ? 34% ഫില്ല് ചെയ്യാൻ ഇനി നിങ്ങൾക്ക് എത്ര സമയമെടുക്കും? അപ്പൊ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ഇനി ബാക്കി അടുത്തവും കൂടെ ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡിഫൻസ് എടുത്ത് ഉപയോഗിക്കും? ഇവിടെ എന്ത് മിസൈലുകൾ എടുത്ത് ഉപയോഗിക്കും? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് എന്ത് പറയുന്നേ, ഇനി ആണവക്കരാറിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് തോക്ക് തന്നെ, വെടി തന്നെ, വെടി ചടപട ടിഷും വെടി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം. UAE ഒപ്പക്കിന്ന് പോയി ഇല്ലേ? ഹോർമോസ് ഇറാൻ ഇപ്പോഴും തുറന്നിട്ടില്ല, ഇപ്പോഴും ഇറാൻ ഹോർമോസ് അടിച്ചിരിക്കുകയാണ്. ഹോർമോസിന്റെ മേലിൽ കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പോൾ ഉള്ളത് ഇറാന്റെ കയ്യിൽ തന്നെയാണ്. ആ മൈനുകളെ അവിടെ നിന്ന് നീക്കാൻ തന്നെ ഏകദേശം 6 മാസത്തോളം ആവുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് വേറൊരു സാധനം കൂടെ വരുന്നുണ്ട്. അതെന്താണെന്നറിയോ? US ഉപരോധത്തിന് മറുപടിയായി ഇറാന്റെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് ഇറാന്റെ ഒരു ഹാക്കേഴ്സ് ഗ്രൂപ്പാണ് ഈ ഹൻസാല എന്ന് പറയുന്ന ആ ഹാക്കേഴ്സ് ഗ്രൂപ്പ്. ഇപ്പൊ ഇവര് ഈ പറയുന്ന ഹോർമൂസിന്റെ പുറത്ത് കുറച്ച് ഡിസ്ട്രോയേഴ്സും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ യുദ്ധ കപ്പലുകളൊക്കെ നിരത്തിയിട്ടിട്ട് ഇവർ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബ്ലോക്കേഡിൽ ഇപ്പൊ ഉള്ളത് ഏകദേശം 2500ഓളം സൈനികരാണെന്ന് പറയുന്നുണ്ട്. 2500 സംതിങ് സൈനികരാണെന്ന് പറയുന്നത്. ഈ സൈനികരുടെ ഒക്കെ വിവരങ്ങള് ഈ ഇറാന്റെ ഹൻസാല എന്ന് പറയുന്ന ഗ്രൂപ്പ് ചോർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ടെലിഗ്രാം വഴി ഇവർ ഇത് പബ്ലിഷ് ചെയ്യാൻ കൂടെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ചില റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഈ പട്ടാളക്കാർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ ഈ ഹാക്കേഴ്സ് വാട്സപ്പിൽ മെസ്സേജും അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിവരം ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെ നടക്കുന്നു കാര്യങ്ങള്?
അതായത് യുദ്ധഭൂമിയിലുള്ള പട്ടാളക്കാരൻ്റെ വീട്ടുകാരുടെ വിവരങ്ങൾ അടക്കം എടുത്തിട്ട് ശത്രു ഈ പട്ടാളക്കാരനെ അയച്ചു കൊടുക്കുകയാണ്. ഇവരുടെ മനോവീര്യം എത്രത്തോളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വാർഫീൽഡിൽ. അത് മാത്രമല്ല, ഓൾറെഡി അമേരിക്ക ഇപ്പം ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ നെതന്യാഹുവിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാം. അതായത് സാമാന്യം അടിച്ചു പോയ നെതന്യാഹുവിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നതെന്നുള്ളതും ഇതിന് ഞങ്ങളുടെ ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതൊക്കെ വെറ്ററൻസിൻ്റെ ഒക്കെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഓൾറെഡി അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം കൂടെ കയറി വരുന്നത്. അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ ഒരു കടപ്പ് വശം എന്നുള്ളതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ വായിക്കാം. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന 2000-ലധികം US നാവിക സേനാംഗങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയതായി റിപ്പോർട്ട്. ഇറാൻ അനുകൂല ഹാക്കർ ഗ്രൂപ്പായ ഹൻസാല ആണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പെന്റഗൺ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. വലിയ കാര്യമൊന്നുമില്ല. 2379 US മറീനുകളുടെ വിലാസങ്ങൾ, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, അവരുടെ ദൈനംദിന ചര്യകൾ എന്നിവ ഹാക്കർമായി കൈക്കലാക്കിയതായി അവകാശപ്പെടുന്നു. ഇതിനു മുന്നേ ഈ പറയുന്ന ഇസ്രായേലിന്റെ ഇതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇവർ ക്ലാസ് എടുക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ വിഷ്വൽസ് ഇവർ ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ അത്രത്തോളം നിങ്ങളുടെ രോമത്തിന്റെ അടുത്ത് ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിയേക്കുന്നത്. ഇതിൽ ചില വിവരങ്ങൾ ആധികാരികമാണെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങൾ നിരീക്ഷണത്തിലാണെന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പല സൈനികർക്കും വാട്സപ്പിലൂടെ ലഭിച്ചു. സൈനികരെയും അവരുടെ കുടുംബങ്ങളെയും മാനസികമായി തളർത്തുകയാണ് ഹാക്കർമാരുടെ ലക്ഷ്യമെന്ന് കരുതുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇറാന്റെ എണ്ണ വരുമാനം തടയുന്നതിനായി US നാവികസേന കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ. അപ്പോ കാര്യങ്ങളുടെ ഒരു പോക്ക് മനസ്സിലായല്ലോ എങ്ങനെയാ പോകുന്നതെന്നുള്ളത്. നാവിക ഉപരോധം കൊണ്ടുവന്നു. ഇറാന്റെ പോർട്ടിൽ നിന്നുമുള്ള ഒരു കപ്പലും ഇനി ഹോർമൂസ് കടന്നു പോകൂല, ഇറാനിലേക്കും ഒരു കപ്പലും കടന്നു പോകൂല എന്നുള്ള വീരവാദം മുഴക്കിയിട്ട് ലക്ഷക്കണക്കിന് ഡോളറും ചെലവഴിച്ച് അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കി. എന്നിട്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന ഹോർമൂസിലെ ഉപരോധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞു, ഈ ഹോർമൂസിന്റെ ബ്ലോക്കേഡ്. അപ്പൊ അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ എന്നാൽ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അമേരിക്കയുടെ അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ എണ്ണ വരുമാനം ഇല്ലാണ്ടാക്കിയിട്ട് ഇറാൻ തളർത്തുക എന്നുള്ളതാണ്. ഇറാൻ അതിന് അടുത്ത ബദൽ മാർഗം കണ്ടെത്തി തീരങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ കപ്പലുകളുടെ പുറത്തെത്തിക്കുക. മാത്രമല്ല കപ്പലുകളുടെ നാവിഗേഷനും ഫ്ലാഗ് ചേഞ്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ ഗോസ്റ്റ് ഫ്ലീറ്റ് വഴിയൊക്കെ ഇറാൻ ആവശ്യമുള്ള എണ്ണ ഈ പറയുന്ന ഹോർമൂസിന് പുറത്തേക്ക് കടത്തുന്നുമുണ്ട്. മാത്രമല്ല ഇറാനിലെ ഒരു മന്ത്രി പറഞ്ഞത് ഏകദേശം 140ഓളം കപ്പലുകൾ ഹോർമൂസ് കടക്കാനായിട്ട് ഇപ്പൊ വെയിറ്റിംഗിലാണെന്നാണ് പറയുന്നത് ഇറാന്റെ. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരോധം കൊണ്ട് അമേരിക്കക്ക് നഷ്ടം എന്നല്ലാണ്ട് വേറെ എന്ത് സംഭവിക്കാനാണ്? അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഫ്രസ്ട്രേഷൻ കയറിയിട്ടാണ് അന്നൻ KGF-ൽ മറ്റേ യാശ നിൽക്കുന്ന പോലെ തോക്കം പിടിച്ചിട്ട് ഇങ്ങനെ ഇതും വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ വയലൻസ് 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 എന്നുള്ള ഡയലോഗായിട്ട് വന്നേക്കുന്നത്. അത് ആ വയലൻസ് എന്നുള്ളത് ആ എക്സ് പോസ്റ്റിൽ മാത്രം അവിടെ വെച്ചാൽ മതി. അങ്ങോട്ട് അതും കൊണ്ട് പോകണ്ട, ചിലപ്പോൾ കളസം കയറി പോകേണ്ടി വരും.